ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു വ്ളോഗായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. മെഹ്റാജിൻ്റെ അന്നത്തെ വിശേഷങ്ങളും നോമ്പിൻ്റെ വിശേഷങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വ്ളോഗാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണേ. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ആ ഒരു ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് സപ്പോർട്ടും കൂടെ ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തിട്ട് ആ ഒരു ബെൽ ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. ജലദോഷം പിടിച്ചിട്ടുണ്ട് കേട്ടോ, അതുകൊണ്ട് തന്നെ സൗണ്ടിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും. ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നല്ലോ, ഒരു ദിവസം നിൽക്കാൻ വേണ്ടിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അന്ന് അവിടെ ഭയങ്കര തണുപ്പും, ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ എൻ്റെ വീട്ടിൽ ഭയങ്കര തണുപ്പും അതുപോലെ തന്നെ കോടയൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് എന്നുള്ളത്. അപ്പോൾ അവിടെ ഒറ്റ ദിവസം നിന്നപ്പോഴേക്കും എനിക്ക് ആകെ ജലദോഷമൊക്കെ പിടിച്ചു കേട്ടോ. അങ്ങനെ പായസമാണ് കേട്ടോ അന്ന് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നത് മെഹ്റാജിൻ്റെ അന്ന്. ഇവിടെ സാധാരണ അങ്ങനെ സ്പെഷ്യലായിട്ടൊന്നും റെഡിയാക്കാറില്ല. ഇന്ന് മക്കൾ പായസം ഉണ്ടാക്കി തരുമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങനെ പെട്ടെന്നൊരു പായസം റെഡിയാക്കാമെന്ന്. അങ്ങനെ ചോറ് വെച്ചിട്ടാണ് കേട്ടോ ഒരു പായസം റെഡിയാക്കിയിട്ടുള്ളത്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും, അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് കേട്ടോ. ഈ ഒരു പായസത്തിൻ്റെ ഫുൾ വീഡിയോ ഇൻഷാല്ലാ അടുത്ത വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം. കാരണം ഇതിൽ ആ ഒരു റെസിപ്പി വീഡിയോയും കൂടെ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ വീഡിയോ ലെങ്ത്ത് കൂടി പോവും. അതുകൊണ്ട് തന്നെ അത് സെപ്പറേറ്റ് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അതിൻ്റെ പായസം റെഡിയാക്കിയിട്ടുണ്ട്. മക്കൾ പറഞ്ഞപ്പോൾ അങ്ങനെ വെറുതെ ഒന്ന് റെഡിയാക്കി എടുത്തതാണ് കേട്ടോ. കുറച്ച് സേമിയ ഉണ്ടായിരുന്നു, അതും ഒരു ചോറും കൂടെ വെച്ചിട്ടാണ് കേട്ടോ ഈ ഒരു പായസം റെഡിയാക്കിയിട്ടുള്ളത്. ഒരു ചോറ് വെച്ചിട്ടുള്ള പായസം ഞാൻ ഒരു ഫംഗ്ഷന് പോയ സമയത്ത് അവിടെ നിന്ന് അങ്ങനെ കുടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു പായസം റെഡിയാക്കി നോക്കണം എന്നുള്ളത്. അപ്പോൾ ഇന്ന് അത് റെഡിയാക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ റെഡിയാക്കി എടുത്തതാണ് കേട്ടോ. പിന്നെ ഇന്നങ്ങനെ പ്രത്യേകിച്ചൊന്നും റെഡിയാക്കിയിട്ടില്ല. വിങ്സ് ഉണ്ടായിരുന്നു, അത് വെച്ചിട്ട് റോസ്റ്റ് പോലെ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതും റെഡിയാക്കിയെടുത്തു. പിന്നെ ഹസ്ബൻഡിനെ വിളിച്ചപ്പോൾ പൊറോട്ട എന്തെങ്കിലും കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹസ്ബൻഡ് നേരെ വൈകുമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും മക്കൾ ഉറങ്ങാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് തന്നെ ഞാൻ മൈദയും മുട്ടയൊക്കെ വെച്ചിട്ടുള്ള ഒരു അപ്പം ഉണ്ടല്ലോ അത് റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ വിങ്സൊക്കെ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ മൈദ വെച്ചിട്ടുള്ള ആ ഒരു അപ്പം കൂടെ അങ്ങനെ റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ. പായസം ഉണ്ടാക്കി വെച്ചത് എനിക്ക് ഓർമ്മ ഉള്ളൂ കേട്ടോ. പിന്നെ തുറന്ന് നോക്കുന്ന സമയത്ത് ഏകദേശമൊക്കെ തീരുമാനമായിട്ടുണ്ട്. മക്കൾക്ക് നല്ല പോലെ ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവരങ്ങനെ ഇടയ്ക്ക് വന്നിട്ട് അങ്ങനെ കുടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു മൈദ വെച്ചിട്ടുള്ള അപ്പം അങ്ങനെ റെഡിയാക്കി എടുക്കുന്നുണ്ട്. മൈദയും അതുപോലെ തന്നെ വെള്ളവും മുട്ടയും ഉപ്പും കൂടെ മിക്സിയുടെ ജാറിലൊന്ന് അടിച്ചെടുത്തതാണ് കേട്ടോ. എന്നിട്ട് അതിങ്ങനെ നമ്മൾ ദോശ ചുടുന്നത് പോലെ അങ്ങനെ ചുട്ടെടുക്കുകയാണെങ്കിൽ നല്ല പോലെ തന്നെ പൊങ്ങി വരും കേട്ടോ, നല്ല പൊള്ളിയിട്ട് വരും. നല്ല ടേസ്റ്റാണ് കേട്ടോ അത് കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതും കൂടെയാണ് ഇന്ന് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒരു വിങ്സിൻ്റെ റെസിപ്പി വീഡിയോ നമ്മളുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഒരു പാർട്ടി വ്ളോഗിൽ. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കയറി കണ്ടു നോക്കണേ. അങ്ങനെ അപ്പൊക്കെ അവിടെ ചുട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം ഹസ്ബൻഡ് വരാൻ നേരം വൈകുമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ഇത് തട്ടിക്കൂട്ടിയിട്ട് അങ്ങനെ റെഡിയാക്കി എടുത്തതാണ് കേട്ടോ. കാരണം മക്കൾ ഉറങ്ങുമ്പോഴേക്കും അവർക്ക് എന്തെങ്കിലും കൊടുക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അത് റെഡിയാക്കിയെടുത്തു. പിന്നെ ഹസ്ബൻഡ് വന്ന സമയത്ത് പിന്നെ ഹസ്ബൻഡ് പൊറോട്ട കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഹസ്ബൻഡ് പൊറോട്ടയൊക്കെ കൂട്ടിയിട്ടാണ് പിന്നെ ആ ഒരു വിങ്സൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നത്. പായസം ഹസ്ബൻഡിനും കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഹസ്ബൻഡിനും നല്ലപോലെ ഇഷ്ടമായി. പിന്നെ എൻ്റെ ഉപ്പ വന്നിട്ടുണ്ടായിരുന്നു, ഉപ്പക്കും കൊടുത്തു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, എല്ലാവർക്കും നല്ലപോലെ ഇഷ്ടമായിട്ടുണ്ടായിരുന്നു ഒരു പായസം. അതിൻ്റെ റെസിപ്പി ഇൻഷാല്ലാ അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. അങ്ങനെ ആ ഒരു പത്തിരി ദോശ പോലെ ഉള്ള ഒരു പത്തിരി എന്ന് പറയാം. കാരണം അതുപോലെ നല്ല പോലെ പൊങ്ങി വരും കേട്ടോ, മൈദമാവ് വെച്ചിട്ടുള്ള. നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട്, മുട്ടയൊക്കെ കൂട്ടിയതുകൊണ്ട് തന്നെ. അങ്ങനെ അതങ്ങനെ ഓരോന്ന് ചുട്ടെടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ചിക്കൻ കറി ഉണ്ടായിരുന്നു. ചിക്കൻ കറി ഞാൻ ഇന്ന് ഈ ഒരു സമയത്ത് തന്നെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു, രാത്രി തന്നെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം നാളെ നോമ്പ് എടുക്കാനുള്ളത് കൊണ്ട് തന്നെ പൊലച്ചക്ക് എണീക്കുന്ന സമയത്ത് അപ്പം റെഡിയാക്കാൻ നിൽക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ചിക്കൻ കറി ഞാൻ നേരത്തെ തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ മക്കൾ പിന്നെ അങ്ങനെ ചിക്കൻ കറി ഒന്നും കൂട്ടിയിട്ടില്ലായിരുന്നു. അവർ ആ ഒരു വിങ്സും ഈ ഒരു പത്തിരിയും കൂടെ കൂട്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ഡിന്നർ കഴിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അപ്പൊക്കെ അവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി വേഗം മക്കൾക്ക് കൊടുക്കട്ടെ എന്ന് വിചാരിച്ചു. മോൻ ഏകദേശം ഉറങ്ങാനായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ മക്കൾക്ക് അങ്ങനെ അത് കൊടുത്തു. ആ ഒരു വിങ്സും ആ ഒരു പത്തിരിക്ക് അങ്ങനെ അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിന് ശേഷം ഞാനും എൻ്റെ ഹസ്ബൻഡ് വന്നതിന് ശേഷമാണ് ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നത്.
ഇനി ഇതാ നോമ്പിൻ്റെ വിശേഷങ്ങളാണ് കാണിക്കുന്നത്. അങ്ങനെ ഇതാ പുലച്ചക്ക് ഞാൻ ഏകദേശം ഒരു 4-5 ആ ഒരു സമയമായപ്പോഴേക്ക് എണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ഞാൻ ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള അരി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതാ രാവിലെ തന്നെ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട്. 4-5 ആ ഒരു സമയമായപ്പോൾ എണീറ്റിട്ട് ഒന്ന് ഫ്രഷ് ആയതിൻ്റെ ശേഷം അതാ കിച്ചണിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ അരി അവിടെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ചിക്കൻ കറി തലേ ദിവസം തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ അതൊന്ന് തിളപ്പിച്ചെടുക്കാനും കൂടെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ അതാ ചായക്കുള്ള വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതാ അതിൻ്റെ ശേഷം ഞാൻ ആദ്യം തന്നെ എൻ്റെ തൈറോയിഡിൻ്റെ ഒരു ടാബ്ലറ്റാണ് കഴിക്കുന്നത്. ഇതില്ലാതെ എനിക്ക് ഒരു ദിവസം ചിന്തിക്കാനേ പറ്റില്ല കേട്ടോ. തൈറോയ്ഡ് ഉള്ളവർക്കൊക്കെ അങ്ങനെ തന്നെ ആയിരിക്കില്ല. ഇത് കുടിക്കാത്ത ദിവസം ഭയങ്കര ക്ഷീണവും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അതാണ് കേട്ടോ ഫസ്റ്റ് തന്നെ വെറും വയറ്റിൽ അതന്നെയാണ് കഴിക്കുന്നത്. അങ്ങനെ ആ ഒരു ടാബ്ലറ്റൊക്കെ പെട്ടെന്ന് തന്നെ കഴിച്ചു. കാരണം ഇത് കുടിച്ച് കഴിഞ്ഞാൽ പിന്നെ 1 hour കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെ നമുക്ക് ഫുഡ് എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ എണീറ്റ പാടെ തന്നെ ആ ഒരു ടാബ്ലറ്റ് അങ്ങനെ കഴിച്ചു. പിന്നെ ഇതാ അരിയൊക്കെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോഴേക്ക് ഇതാ ചായയൊക്കെ തിളച്ച് വന്നു. പിന്നെ ചിക്കൻ കറിയൊക്കെ ഒന്ന് തിളപ്പിച്ചിട്ട് അതും അങ്ങനെ മാറ്റി വെക്കുന്നുണ്ട്. ഇനി അതിൻ്റെ ശേഷം ഒരു ദോശയൊക്കെ ഓരോന്നായിട്ട് അങ്ങനെ ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് നിന്നു കേട്ടോ. ദോശ ചുട്ടെടുക്കുന്ന സമയത്ത് തന്നെ ഞാൻ മോളെ ഹസ്ബൻഡിനൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ മോളെയൊക്കെ വിളിച്ചിട്ട് അവരൊക്കെ ഒന്ന് ഫ്രഷായി വന്നിട്ട് അവർക്ക് അങ്ങനെ ചൂടോട് കൂടിയിട്ട് അവർക്ക് ദോശയും കറിയൊക്കെ അങ്ങനെ കൊടുത്തു. പിന്നെ ഏകദേശം ഞങ്ങളൊക്കെ ചായ കൂടിയൊക്കെ കഴിഞ്ഞ് ആ ഒരു അത്താഴത്തിൻ്റെ സമയമൊക്കെ കഴിയാനായപ്പോഴേക്കും മോന് എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അവനും ദോശ വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പിന്നെ അവനും ഒരു ദോശ കൊടുത്തു. അവനും അതങ്ങനെ കഴിച്ചിട്ട് പിന്നെ അവനും പോയിട്ട് കിടന്നു കേട്ടോ. അങ്ങനെ ദോശയൊക്കെ ഒന്ന് ചുട്ടെടുക്കുന്നുണ്ട്. ഈ ഒരു ദോശ നമുക്ക് ചൂടോട് കൂടിയിട്ട് കഴിക്കുകയാണെങ്കിൽ അതിൻ്റെ കൂടെ നമുക്ക് കറിയുടെ ആവശ്യമൊന്നുമില്ല. ഹസ്ബൻഡിന് ഇങ്ങനെ ഒരു ദോശ ഉണ്ടെങ്കിൽ പിന്നെ ചൂടോട് കൂടിയിട്ടാണെങ്കിൽ കറിയൊന്നും ഇല്ലാത്ത അങ്ങനെ വെറുതെ കഴിക്കും കേട്ടോ. നല്ല ടേസ്റ്റാണ് അങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ദോശയൊക്കെ ചുട്ടെടുത്തതിൻ്റെ ശേഷം പിന്നെ ഞാനും ചായയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ദോശയും ചായയൊക്കെ കുടിച്ചു. പിന്നെ അതിൻ്റെ ശേഷം മോന് കഞ്ഞി റെഡിയാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതും കൂടെ ഒന്ന് റെഡിയാക്കി വെച്ചാൽ പിന്നെ നമുക്ക് വേറെ പണികളൊന്നും ഇല്ലല്ലോ. അങ്ങനെ അതും കൂടെ ഒന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ട് കഞ്ഞിക്കുള്ള അരി എടുത്തിട്ടുണ്ട്. പിന്നെ ഒന്ന് കുക്കറിൽ ആക്കിയിട്ട് അങ്ങനെ അതും കൂടെ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ശേഷം ഫുള്ളായിട്ട് കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് ക്ലീനാക്കി ഫുള്ളായിട്ടൊന്ന് നീറ്റാക്കി ഇട്ടു കേട്ടോ. ഇതുപോലെ ഫുള്ളായിട്ട് ക്ലീൻ ചെയ്ത് നീറ്റാക്കിയിട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു സമാധാനമാണ് അല്ലേ രാവിലെ കിച്ചണിലേക്ക് വരുന്ന സമയത്ത്. അങ്ങനെ ഫുള്ളായിട്ട് ക്ലീൻ ആക്കിയിട്ടിട്ടുണ്ട്. പിന്നെ മോനുള്ള ചായ ഞാൻ അവിടെ അങ്ങനെ ഒരു കപ്പിൽ അങ്ങനെ ഒഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിന് രാവിലെ എണീക്കുമ്പോൾ അങ്ങനെ ചായ അപ്പം റെഡി ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ കഞ്ഞി അങ്ങനെ റെഡി ആയിട്ടുണ്ട്. പിന്നെ അവനുള്ള അപ്പോൾ അതുപോലെ തന്നെ ആ ഒരു കാസറോൾ അങ്ങനെ അതും ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ ശേഷം പിന്നെ ബാങ്കൊക്കെ കൊടുത്തിട്ട് ഞാൻ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് നിന്നു. അങ്ങനെ നിസ്കാരവും പിന്നെ കുറച്ച് സമയം ഒന്ന് ഖുർആൻ ഓതി അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷമാണ് പിന്നെ കിടന്നു കേട്ടോ. പിന്നെ കുറച്ച് സമയം ഒന്ന് കിടന്നു. പിന്നെ ഞാൻ എണീറ്റത് ഏകദേശം ഒരു 8:30-9 മണി ആ ഒരു സമയമൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എണീറ്റപ്പോൾ നോമ്പായ പിന്നെ നമുക്ക് അങ്ങനെയാണല്ലോ രാവിലെ പ്രത്യേകിച്ച് പണികളൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ. അങ്ങനെ എണീറ്റ് വന്നപ്പോൾ ഏകദേശം ഒരു ടൈമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ പെട്ടെന്ന് വന്നിട്ട് മോന് ചായ കൊടുത്തു. അങ്ങനെ അവന് ദോശയും പിന്നെ അവന് പഞ്ചസാര മതി എന്ന് പറഞ്ഞു. ഞാനങ്ങനെ പഞ്ചസാര അങ്ങനെ അധികം കൊടുക്കാറില്ല കേട്ടോ. കറി ഉണ്ടെങ്കിൽ അത് തന്നെയാണ് കൊടുക്കാറുള്ളത്. അങ്ങനെ അതൊക്കെ കൂട്ടിയിട്ട് അവനങ്ങനെ ചായ അടിക്കുന്നുണ്ട്. പിന്നെ ഇത് തലേ ദിവസം രാത്രി ഹസ്ബൻഡ് വന്ന സമയത്ത് കുറച്ച് ഫ്രൂട്ട്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ ഒന്ന് കഴുകി ഒന്ന് ടിന്നിലാക്കിയിട്ട് അങ്ങനെ ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാമെന്ന് വിചാരിച്ചിട്ട് അതിന് വേണ്ടിയിട്ട് നിന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ അവിടെ ഫ്രിഡ്ജിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ശേഷം ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് നിന്നു. അങ്ങനെ ഫുള്ളായിട്ട് ക്ലീനിങ്ങും ഒക്കെ ഒന്ന് പെട്ടെന്ന് തന്നെ തീർത്തു. ഈ ഒരു സ്റ്റെയർ കേസ് ഞാനങ്ങനെ എപ്പോഴും ഒന്നും ക്ലീൻ ആക്കിയിടലില്ല. എന്തെങ്കിലുമൊക്കെ അങ്ങനെ അത് ക്ലീൻ ചെയ്യുള്ളൂ. കാരണം അങ്ങനെ അധികം ആരും അത് യൂസ് ചെയ്യലില്ലല്ലോ. അത് മോനാണ് അവിടെ സ്ഥിരമായിട്ട് അവൻ്റെ ഒരു പ്ലേ ഏരിയ എന്ന് പറയുന്നത് ആ ഒരു സ്റ്റെയറും അതിൻ്റെ താഴെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ എപ്പോഴും ഒന്നും അവിടെ ക്ലീൻ ചെയ്യാറില്ല. എന്തെങ്കിലുമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാതെ ഇടാറേ ഉള്ളൂ. അങ്ങനെ പ്രത്യേകിച്ച് കാര്യങ്ങളോ ഒന്നും അവിടെ അങ്ങനെ ഉണ്ടാവാറില്ല കേട്ടോ. പിന്നെ അതിൻ്റെ ശേഷം മക്കളുടെ യൂണിഫോം ഒന്ന് അലക്കാനുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അതൊക്കെ ഒന്ന് അലക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നിന്നു. കാരണം വെയിലാവുമ്പോഴേക്ക് ആ ഒരു കല്ലിൽ വെച്ചിട്ട് പെട്ടെന്ന് തന്നെ അലക്കിടാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നിന്നു. അപ്പോൾ മോൻ അവൻ്റെ സൈക്കിള് കഴുകിയിട്ട് അവനവിടെ ഉണങ്ങാൻ വേണ്ടിയിട്ട് കൊണ്ടുവച്ചതാണ്. അപ്പോൾ അത് വീഡിയോയിൽ എടുക്കുക അത് കാണിക്കുക എന്ന് പറഞ്ഞിട്ട് അവന് പറയാണ്ട് കേട്ടോ അവിടെ നിന്നിട്ട്.
അങ്ങനെ പിന്നെ അതിൻ്റെ ശേഷം ഞാൻ എന്ത് ചെയ്തു, മക്കളുടെ യൂണിഫോമൊക്കെ ഒന്ന് അലക്കി അതൊക്കെ ഒന്ന് ഇട്ട് ഒന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ശേഷം ഞാനും മോനൊക്കെ ഒന്ന് കുളിച്ച് ഫ്രഷായി. പിന്നെ കുറച്ച് സമയമൊക്കെ ഒന്ന് ഖുറാനൊക്കെ ഓതി, പിന്നെ നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കുറച്ച് സമയമൊക്കെ ഒന്ന് കിടന്നതിന് ശേഷം പിന്നെ ഒരു 4:30 ആ ഒരു സമയത്താണ് പിന്നെ കിച്ചണിലേക്ക് വന്നത് കേട്ടോ. ഇന്നത്തെ ഒരു ദിവസം എന്ന് പറയുന്നത് ഞാൻ വിചാരിച്ചത് വേറെ ഒന്നും, പക്ഷെ നടന്നത് വേറെ ഒന്നുമായിരുന്നു കേട്ടോ. കാരണം ഞാൻ ഇന്ന് പത്തിരിയും ബീഫ് കറിയൊക്കെ റെഡിയാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. തലേ ദിവസം തന്നെ അങ്ങനെയാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. കാരണം ആ ഒരു നോമ്പ് തുറക്കുന്ന സമയത്ത് ഒരു പത്തിരി ഉണ്ടെങ്കിൽ ഒരു പ്രത്യേക ഒരു വൈബാണല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അങ്ങനെയായിരുന്നു പ്ലാനിങ്ങൊക്കെ. പക്ഷേ എനിക്ക് ജലദോഷം പിടിച്ചിട്ട് ഭയങ്കര തലവേദനയും തൊണ്ടവേദനയൊക്കെ ആയിട്ട് ഒന്നിനും വയ്യാതായി. അപ്പോൾ പിന്നെ ആ ഒരു പ്ലാനിങ്ങൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഇന്നിതാ ബീഫ് കറി റെഡിയാക്കുന്നുണ്ട്. പിന്നെ പൊറോട്ടയും ഹസ്ബൻഡിനോട് പൊറോട്ട കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ പ്ലാനിങ്ങുകൾ മൊത്തം തെറ്റിയൊരു ദിവസമായിരുന്നു കേട്ടോ. അങ്ങനെ അതാ ബീഫ് കറി റെഡിയാക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് ഒരു കുക്കറിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് ഏലക്കായ, ഗ്രാമ്പു, പിന്നെ പട്ടയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉലുവയും കൂടെ ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അതൊന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ പച്ചമുളക്, ഇത് മൂന്നും ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ. നല്ലപോലെ പേസ്റ്റ് ആക്കി എടുക്കണ്ട, ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അതൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടത് എല്ലാം നല്ലപോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇതിൻ്റെ ഒക്കെ ഒരു പച്ചമണമൊക്കെ ഒന്ന് പോകുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഈ ഒരു കറി ഞാനിന്നിവിടെ ചെറിയുള്ളിയിലാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. ചെറിയുള്ളിയിൽ കറി വെക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണല്ലേ. ഇനി അതൊന്ന് വയന്ന് വരുമ്പോൾ അതിലേക്ക് കുറച്ചധികം തന്നെ ചെറിയുള്ളി ഒന്ന് കട്ട് ചെയ്തതാണ്, അത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം. സത്യം പറഞ്ഞാൽ ഞാൻ തലേ ദിവസം ഒരുപാട് പ്ലാനിങ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പത്തിരിയും ബീഫ് കറിയൊക്കെ റെഡിയാക്കണം, അതുപോലെ എന്തെങ്കിലും സ്നാക്സ് ഐറ്റമൊക്കെ റെഡിയാക്കണം എന്നുള്ള ഒരു പ്ലാനിങ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് പിന്നെ അങ്ങനെയാണല്ലോ അല്ലേ, നമ്മൾ എത്ര പ്ലാൻ ചെയ്താലും എത്ര ചിന്തിച്ച് കൂട്ടിയാലും എന്താണോ നമുക്ക് പഠിച്ചോ വിധിച്ചത് അതല്ലേ നടക്കൂലേ. അപ്പോൾ ഇന്നത്തെ ദിവസം ഇങ്ങനെയൊക്കെ ആയി തീർന്നു കേട്ടോ. ഒരുപാട് പ്ലാനിങ്ങുകളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അതൊക്കെ പാളിപ്പോയൊരു ദിവസമായിരുന്നു കേട്ടോ. ഭയങ്കര ക്ഷീണവും കാര്യങ്ങളും തലവേദനയൊക്കെ ആയിട്ട് ഒന്നിനും പറ്റാതെയായി. പിന്നെ സ്നാക്സും ഒക്കെ അങ്ങനെ ഹസ്ബൻഡ് വന്നപ്പോൾ കൊണ്ടുവന്നൊക്കെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അതാ ഉള്ളിയൊക്കെ ഒന്ന് ഏകദേശമൊക്കെ ഒന്ന് വാടി വന്നപ്പോൾ അതിലേക്ക് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇതിലേക്കുള്ള മസാലപ്പൊടികളൊക്കെ ഞാൻ സാധാരണ കറി റെഡിയാക്കുമ്പോൾ അതിലേക്കുള്ള മസാലപ്പൊടികളൊക്കെ ആദ്യം തന്നെ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുക്കാറുള്ളത്. ഇന്നിപ്പോൾ അതിനൊന്നും പറ്റിയിട്ടില്ല. നേരെ അങ്ങനെ അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അതിനത് ആദ്യം തന്നെ അതിലേക്ക് കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എനിക്ക് പൊതുവേ എരിവ് അത്ര ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ അധികം കാശ്മീരി മുളക് പൊടി തന്നെയാണ് കേട്ടോ ഉപയോഗിക്കാറുള്ളത്. ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി വേണ്ടത് ഒരു 3 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ആണ് കേട്ടോ. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് പിന്നെ അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുക. അതും കൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇനി വേണ്ടത് ഒരു 3/4 ടീസ്പൂൺ ഗരം മസാലയും കൂടെയാണ്. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം നല്ലപോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം. ഈ ഒരു സമയത്ത് നിങ്ങളുടെ കയ്യിൽ മീറ്റ് മസാല ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം നല്ല പോലെ തന്നെ ഒന്ന് വഴറ്റി നല്ല പോലെ തന്നെ റോസ്റ്റ് ചെയ്തെടുക്കണം. നമ്മൾ ഈ ഒരു മസാലപ്പൊടികളൊക്കെ റോസ്റ്റ് ചെയ്യാതെ അങ്ങനെയാണല്ലോ ചേർത്ത് കൊടുത്തത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് നല്ല പോലെ തന്നെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അങ്ങനെ ഇതാ മസാലപ്പൊടികളൊക്കെ ഏകദേശമൊക്കെ ഒന്ന് റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സമയത്ത് ഇതിലേക്ക് തക്കാളിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിവിടെ 2 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. 2 തക്കാളി നീളത്തിൽ കട്ട് ചെയ്തതാണ്. അതൊന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. തക്കാളി നല്ല പോലെ തന്നെ വെന്തുടഞ്ഞ് പോകാനൊന്നും നിൽക്കണ്ട. ഏകദേശം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അതിലേക്ക് നമുക്ക് കഴുകി ക്ലീനാക്കി വെച്ചിട്ടുള്ള ബീഫ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. എല്ലോട് കൂടിയിട്ടുള്ള ബീഫാണ്, അത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഗ്രേവി എത്ര വേണം അതിനനുസരിച്ചിട്ട് ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് തിക്കായിട്ടാണ്, ഗ്രേവി ഇല്ലാതെയാണ് ഈ ഒരു ബീഫ് വേണ്ടതെന്നുണ്ടെങ്കിൽ
നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഒരു സമയത്ത് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതായത് നല്ല പോലെ തന്നെ മിക്സ് ചെയ്തിട്ട് കുക്കർ അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക, വെള്ളം ഒട്ടും ചേർത്ത് കൊടുക്കാതെ. അപ്പോൾ നമുക്ക് ഏകദേശം ആ ഒരു അധികം ഒന്നും ഗ്രേവി ഇല്ലാതെ നമുക്ക് കിട്ടും. ഇനി ഗ്രേവി നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഗ്രേവി ഉണ്ടാക്കാം കേട്ടോ. ഞാൻ പൊറാട്ടയിലേക്കുള്ള കറി ആയതുകൊണ്ട് തന്നെ കുറച്ച് ഗ്രേവിയോട് കൂടിയിട്ടാണ് ഈ ഒരു കറി റെഡിയാക്കുന്നത്. അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇതാ ഈ ഒരു രമ്പയിലുണ്ടല്ലോ, ഇതാണ് ഈ ഒരു സമയത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നമ്മൾ ഈ കറിയിലൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് അല്ലേ. അത് ഞാനത് ഒരു 2 എടുത്തിട്ടുണ്ടായിരുന്നു, അതൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ട് ഏകദേശം ഒരു 8-9 വിസിൽ വരുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. നിങ്ങളെടുക്കുന്ന ബീഫിൻ്റെ വേവ് അനുസരിച്ചിട്ടും അതുപോലെ കുക്കർ അനുസരിച്ചിട്ടൊക്കെ അതിൻ്റെ എണ്ണത്തിലൊക്കെ വ്യത്യാസം വരും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ ബീഫ് വേവാനുള്ള ടൈം അതുവരെ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ ഇത് ഏകദേശം ഒരു 8 വിസിൽ വന്നിട്ടുണ്ട്. അങ്ങനെ കുക്കർ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇതിലുള്ള ആ ഒരു രമ്പയിലുണ്ടല്ലോ അതൊന്ന് ഇതിന്ന് എടുത്ത് മാറ്റണം. കറിയൊക്കെ നല്ല തിക്കായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അങ്ങനെ ആ ഒരു ഇലയൊക്കെ ഇതിന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഒരു ബീഫൊക്കെ നല്ല പോലെ തന്നെ കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഫ്ലെയിം ഒന്നും കൂടെ ഒന്ന് ഓൺ ചെയ്തിട്ട് ഈ ഒരു സമയത്ത് ഇതൊന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് അല്പം മല്ലിയിലയും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ നേരത്തെ കാണിച്ചില്ല ആ ഒരു മല്ലിയിലയാണ് കേട്ടോ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും ആ ഒരു കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. നിങ്ങൾക്കൊരു സമയത്ത് വേണമെങ്കിൽ അല്പം ഗരം മസാലയോ മീറ്റ് മസാലയോ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അങ്ങനെ കറി ഇവിടെ ഏകദേശമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. അങ്ങനെ ബീഫ് കറി അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് മാറ്റി വെക്കാം. അതിൻ്റെ ആ മുകളിൽ കാണുന്നത് വെള്ള കളറിൽ കാണുന്നത് ആ ഒരു ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മൾ നല്ല പോലെ പേസ്റ്റാക്കി എടുത്തിട്ടില്ലല്ലോ, അതാണ് കേട്ടോ കാണുന്നത്. ഇനി ഞാൻ ചായക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ട്, പാലും വെള്ളം കൂടെ അങ്ങനെ വെച്ചിട്ടുണ്ട്, പഞ്ചസാരയൊക്കെ ഇട്ടിട്ട്. പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് അതും എടുത്ത് വെച്ചിട്ടുണ്ട്. ഏകദേശം ബാങ്ക് കൊടുക്കാനുള്ള ടൈം ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് സ്നാക്സ് ഉണ്ടായിരുന്നു. ഈ ഒരു ബ്രെഡ് പോക്കറ്റ് ഉപ്പ കൊണ്ടുതന്നതാണ് കേട്ടോ. ആ ഒരു സമൂസ പിന്നെ ഇവിടെ ഹസ്ബൻഡ് അങ്ങനെ വാങ്ങിച്ചതാണ്. അങ്ങനെ അതും കൂടെ ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നാരങ്ങ വെള്ളം കൂടെയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. വേറെ അങ്ങനെ ജ്യൂസോ കാര്യങ്ങളൊന്നും റെഡിയാക്കിയിട്ടില്ല. കാരണം ജലദോഷവും കാര്യങ്ങളും ആയതുകൊണ്ട് തന്നെ അധികം തണുപ്പോ ജ്യൂസൊന്നും കുടിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നാരങ്ങ വെള്ളമാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ആ ഒരു ഫ്രൂട്ട്സും സ്നാക്സൊക്കെ കഴിച്ചു. പിന്നെ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് നോർമൽ വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ കൂട്ടിയിട്ട് പിന്നെ അങ്ങനെ ബാങ്ക് കൊടുത്തപ്പോൾ ഞങ്ങൾ നോമ്പൊക്കെ തുറന്നതിന് ശേഷം പിന്നെ നിസ്കാരവും എല്ലാ ഓതലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ചായ കുടിക്കുന്നത്. ഏകദേശം ബാങ്ക് കൊടുത്തതിന് ശേഷമാണ് പിന്നെ ചായ കുടിക്കുന്നത്. പൊറോട്ടയും ബീഫ് കറിയും അങ്ങനെ നല്ല പാൽ ചായയൊക്കെ കൂട്ടിയിട്ട് പിന്നെ അങ്ങനെ ചായയൊക്കെ കുടിച്ചു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ ഇന്നത്തെ ഒരു വീഡിയോ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. അതുപോലെ നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവരോടും ബായ്.